നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശത്രുക്കളുടെ ഉപദ്രവം, അപമാനം, കുത്തുവാക്കുകൾ ഇവയൊക്കെ കൊണ്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ചുറ്റിനും ശത്രുക്കൾ മാത്രമാണോ ഉള്ളത്? അവരിൽ നിന്നും നിങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ശത്രുക്കളെ നിലയ്ക്ക് നിർത്താനും അവരുടെ വായ അടപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ശത്രുദോഷം മൂലം ഉണ്ടാകുന്ന മനസമാധാനക്കേട്, കുടുംബത്തിൽ സന്തോഷം നശിക്കുന്നത്, ശത്രുദോഷം മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ, ശത്രുക്കളെ നിലയ്ക്ക് നിർത്താനുള്ള വാകെട്ട് മന്ത്രമാണിത്. ഇത് ഷത്കർമ്മങ്ങളിലെ സ്തംഭന വിഭാഗത്തിൽപ്പെട്ടതാണ്. ശത്രുക്കൾ മോശമായി സംസാരിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അപമാനങ്ങൾ, ശത്രുക്കൾ വാക്കുകൊണ്ട് വേദനിപ്പിക്കുക, അതിൽ നിന്നൊക്കെ മോചനം നേടാൻ ഈ മന്ത്രം ചൊല്ലാം. ശത്രുക്കൾ മാത്രമല്ല, ബന്ധുക്കൾ, ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന സംസാരത്തിൽ നിന്നും മോചനം നേടാം. ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനും, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവയുടെ ഉപദ്രവങ്ങളെല്ലാം മാറ്റാനും ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ജീവിതത്തിൽ പരാജയം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു മന്ത്രം ചൊല്ലി അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ചില വ്യക്തികൾ കാരണം അല്ലെങ്കിൽ ചില സാഹചര്യം മൂലം ചിലർക്ക് ചീത്തപ്പേരുണ്ടാവാറുണ്ട്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ആ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇത്തരം ദുഷ്കർമ്മങ്ങൾ കാരണം ജീവിതത്തിൽ പരാജയം മാത്രം സംഭവിക്കുന്നു. അതിൽ നിന്നൊക്കെ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരാൾ പോലും മോശമായി സംസാരിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ പോലും സംസാരിക്കുകയില്ല. മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ, ഓം നശി നശി എന്ന് നിനച്ച് ചൊല്ലിയോർത്തോരെല്ലാം ശിവ ശിവ എന്ന് നിനച്ച് ഉള്ളുരുകി ഉടലുരുകി വാക്കുരയ്ക്കും വായ കെട്ടി മിണ്ടാതെ തീണ്ടാതെ 1001 പന്തപാടകലെ മാറി നാവടങ്ങി നിൽക്ക നമഃശിവായ സ്വാഹ. മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. ഓം നമോ ഭഗവതേ, ഓം നശി നശി എന്ന് നിനച്ച് ചൊല്ലിയോർത്തോരെല്ലാം ശിവ ശിവ എന്ന് നിനച്ച് ഉള്ളുരുകി ഉടലുരുകി വാക്കുരയ്ക്കും വായ കെട്ടി മിണ്ടാതെ തീണ്ടാതെ 1001 പന്തപാടകലെ മാറി നാവടങ്ങി നിൽക്ക നമഃശിവായ സ്വാഹ. രാവിലെ കുളി കഴിഞ്ഞ് നെറ്റിയിൽ ഭസ്മം ധരിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് 21 തവണ വേണം മന്ത്രം ജപിക്കുവാൻ. ഏത് ദിവസവും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ശത്രുക്കളും, നിങ്ങളെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്ന ശത്രുക്കളെല്ലാം നാവടങ്ങി നിൽക്കണമെന്ന് പറയണം. ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ശിവഭഗവാനെ മനസ്സിൽ ഓർക്കണം. 7 ദിവസം വരെ ചൊല്ലണം. നിങ്ങളെ എതിർത്തുള്ള സംസാരം, നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള സംസാരം, ഈ ദ്രാവിഡ നാടോടി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഇങ്ങനത്തെ സംസാരങ്ങളെല്ലാം അവസാനിക്കുകയും ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ സാധിക്കുകയും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. സ്ത്രീകൾ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും വേണം ഈ മന്ത്രം ജപിക്കാൻ. ഈ 7 ദിവസം മത്സ്യമാംസാദികൾ ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം സ്വീകരിക്കുക. താല്പര്യമുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മന്ത്രം. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ 100% വിശ്വാസത്തോടു കൂടി മാത്രം ജപിക്കുവാൻ ശ്രദ്ധിക്കുക. മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച ശേഷം മാത്രം മന്ത്രം ജപിക്കാൻ തുടങ്ങേണ്ടതാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്ത് നഷ്ടപ്പെട്ട സന്തോഷവും മനസ്സമാധാനവും തിരിച്ചു വരികയും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാനും സാധിക്കും. ജോലി സ്ഥലത്തും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രത്തിലൂടെ അതിനും പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്.
ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.